ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഫ്ലൈയിങ് വീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്നും പറയും പോലെ നിങ്ങളെ പറ്റിക്കുന്നില്ല. ഇന്നിതാ റൈഡ് പോവുകയാണ്. ഒരു വലിയ റൈഡല്ല, ഒരു 200 കിലോമീറ്ററിനകത്തുള്ള ഒരു റൈഡ്. അപ്പോൾ റൈഡിൻ്റെ വിശേഷങ്ങളും കഥകളും അതിൻ്റെ ഫണ്ണും എല്ലാം ചേർത്തുകൊണ്ടൊരു വീഡിയോ നിങ്ങൾ കാണുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഞെക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റൈഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഈഞ്ചക്കൽ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 12 കിലോമീറ്റർ വീട്ടിൽ. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ കഴക്കൂട്ടം, പോത്തങ്കോട്, വെഞ്ഞാറമൂട് വഴി അങ്ങ് നേരെ അടൂർ പിടിക്കും. അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് കാണാം. ഓക്കെ, ഇത് നമ്മുടെ അരുണിൻ്റെ ബൈക്കാണ്. BMW. നമ്മുടെ ഹാർലി ഓണറായിരുന്നു നേരത്തെ. അദ്ദേഹം അത് വിറ്റിട്ട് BM-ലോട്ട് ചാടി. ഇപ്പോൾ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് BM എടുക്കാൻ. ഈ മോഡൽ വന്നിട്ട് S1000 XR 1000 cc ആണ്. പക്ഷേ 190 ടോർക്കുണ്ട്. അപ്പോൾ നല്ല റൈഡിങ് കംഫർട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പവറാണ്. നമ്മുടെ ഹാർലി പോലെ അല്ല. ഇപ്പോൾ സാഡിൽ ബാഗ് വെക്കുകയാണെങ്കിൽ വലിയ പാടാണ്. അത് ഇടയ്ക്ക് ചരിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇതിൽ ഈ ഒരു ബോക്സ് കിട്ടും. ഇതിന് എക്സ്റ്റേണലായിട്ട് വാങ്ങേണ്ടതാണ്. ആ ബോക്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലഗേജ് എല്ലാം സുഖമായിട്ടിരിക്കും. എത്ര ദൂരം വേണമെങ്കിലും പോകാം. ഒരു ഓൾ ഇന്ത്യ അടിക്കാൻ പറ്റിയ ബൈക്കാണ്. നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. കൊല്ലത്ത് നിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ നല്ല റോഡായിരുന്നു. തിരക്കാണല്ലോ. ഞാൻ പുതിയകാവുന്ന ലെഫ്റ്റ് കെട്ടിയത് വേറെ അടൂർക്ക് ഭരണിക്കാവ് വഴി അടൂർ വരുന്ന റോഡായിരുന്നു. ഓക്കെ. എന്തായാലും നമുക്ക് കുറേ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് റൈഡാണ്. എന്തായാലും നിങ്ങളെല്ലാവരെയും വീണ്ടും കാണാനും ഒരുമിച്ച് റൈഡ് പോകാനും സാധിച്ചത് വളരെ സന്തോഷം. ഓക്കെ, റൈഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? റൈഡ് ഭയങ്കര തിരക്ക് കുറയ്ക്കാനാണ് MC റോഡ് പിടിച്ചത്. പക്ഷേ പ്രശ്നമാണ്. എന്നാലും നമുക്കിതൊരു യുദ്ധമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാം. അല്ലാതെ ഒന്നും പറയാനില്ല. അതെ, അല്ല നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കി ഓടിച്ചാൽ മതിയല്ലോ. അതത്രേ ഉള്ളൂ. നമുക്ക് റെഡ്ഡീസ് റെസ്റ്റോറൻറ്റ് പ്യൂർ വെജ്, രാവിലെ വെജിറ്റേറിയനാണ് നല്ലത്. നമുക്ക് കയറാം. ഓർഡർ ചെയ്തോ? മാവ് കലക്കാൻ പറഞ്ഞില്ലേ? നമ്മുടെ ഏഷ്യാനെറ്റ് അരുൺ വന്നിരിക്കുകയാണ്. ഒരു ചാനലിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വ്യക്തിയാണ്. ഇന്ന് കേരളം ദോശയാണ്. ഇത് മസാല ദോശയാണ്. ഒരു തുണ്ട് വേണം എഴുതി വയ്ക്കാൻ, എങ്കിലും അങ്ങനെ നമുക്കറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഗംഭീരമായ കാപ്പി കുടി ഇവിടെ കഴിഞ്ഞു. മസാല ദോശ, ചായ, വട ഇതെല്ലാം കഴിച്ചു. പിന്നെ അടുത്ത് വീണ്ടും റൈഡ്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 110 കിലോമീറ്ററായി. അടൂർ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ തിരുവല്ല വഴി മുണ്ടക്കയം. പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ ഹൈ റേഞ്ച് സ്റ്റാർട്ടാകുന്നത്. ഇനി പോകുന്ന വഴി ഇതൊരു സെക്കൻഡ് സെക്ഷൻ പോലെയാണ്. നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ഒരു ടീ ബ്രേക്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിന് നമ്മൾ അങ്ങ് എത്തും. Don't be filtered. I used to find
അപ്പോൾ നമ്മുടെ അടുത്ത ദിവസം രാവിലെ ഉള്ള കാഴ്ചകളാണ്. പഴങ്കഞ്ഞിയിലെത്തി നിൽക്കുകയാണ്. അപ്പം മുട്ട കടല മുട്ട അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ യാത്രയുടെ? നല്ല എക്സ്പീരിയൻസ്. അതായത് നല്ല ക്ലൈമറ്റ്. ഈ 4 മണിയായെങ്കിലും തണുപ്പ്, ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. കോടമഞ്ഞ് ഇറങ്ങാനുള്ള സാഹചര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഹാരിസ് ഭായിക്ക് അതിന്റെ ഒരു അനുഭവം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയായിരിക്കുകയാണ്. കിട്ടട്ടെ. നിങ്ങൾ ഏത് കൊള്ള സങ്കേതത്തിലാണ് പോകുന്നത്? നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു മലനിരകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഏതോ അന്യരാജ്യത്ത് വന്ന അല്ല, മാസ്ക് വേണം. മാസ്ക് വെച്ച് ഡബിൾ സേഫ്റ്റി അല്ല. ഒരു വമ്പൻ ഓഫ് റോഡ് യാത്രയായിരുന്നു. ഇതാ പൊളിച്ചു. നമ്മളെ കൊണ്ടുവന്നത് രഞ്ജിത്താണ്. പ്രകാശം പരക്കട്ടെ. അയ്യോ, അല്ല ഇതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരാതെ പോകരുത്. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്ര. പൊളിച്ചു വേണം. ബാക്കിലിരുത്തി ഇത് റിസർവ് ഫോറസ്റ്റ് ആണ്. സൂപ്പർ സ്ഥലം കേട്ടോ. ഇവിടെ എങ്ങനെയുണ്ട് രഞ്ജിത്തിന്റെ ഡ്രൈവിംഗ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പുള്ളിക്കാരനാണ് ഇറക്കി വിട്ടിട്ട്. അറിയാം. അപ്പോൾ അതിസാഹസികമായ ഒരു ഓഫ് റോഡിങ് ആയിരുന്നു നമ്മളിപ്പോൾ നടത്തിയത്. ഈ കാണുന്ന വഴി ഉണ്ടല്ലോ, ഈ വഴിയാണ് ഈ ജീപ്പ് ഓടിക്കുന്നത്. ഈ ഓടിച്ച ആളെ തോന്നിക്കുന്നു ഇത്തിപ്പോലേ ഉള്ളൂ, പക്ഷെ 1.5 ഓട്ടിപ്പായിരുന്നു. അപ്പം നമ്മളെ റൈഡ് ഇവിടെ തീരെയാണ്. ഇനി തിരിച്ച് റൈഡ് ചെയ്ത് പോകണത് ഷൂട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം ഇനിയിപ്പോൾ ആ സമയം 10-11 മണിയായി. എത്രയും പെട്ടെന്ന് വീടെത്തണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബൈ. ഓക്കെ